ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചൊരു ഷേക്ക് ഉണ്ടാക്കാനാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇത് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നേരിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത് വെറുതെ കഴിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്ങനെ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നന്നാക്കുമ്പോൾ ആരെങ്കിലും ഇതിൻ്റെ കുരു എടുത്തിട്ട് നട്ട് നോക്കാറുണ്ടോ? ആർക്കെങ്കിലും പിടിച്ച് ഉണ്ടായിട്ടുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനിത് നട്ടിട്ട് ഒരെണ്ണം മുളച്ച് വന്നിട്ടുണ്ട്. അത് പിടിക്കുമോ ഇനി അത് ചീഞ്ഞ് പോകുമെന്ന് അറിയില്ല. കുറേ എണ്ണം നട്ടതിൽ ഒരെണ്ണം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെറുതെ ഞാൻ ഇതിൻ്റെ കുരു ഒന്ന് എടുത്തിട്ട് ഒന്ന് വെറുതെ ഇട്ട് കൊടുത്ത് നോക്കിയതാട്ടോ, ഇങ്ങനത്തെ കുരു. അപ്പോൾ ഒരെണ്ണം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിടിക്കുകയാണെങ്കിൽ അത് ലക്കാണ്. ഈ ഒരു തൈ മുളച്ചേക്കുന്നത് ഇങ്ങനെ ഒരു ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ മുളപ്പിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത്രത്തോളം തീണ്ട അതിൽ ചെറിയൊരു മുകളം വരുന്നുണ്ട്. അപ്പോൾ ഇത് പിടിച്ച് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നണം. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ പിടിക്കുന്നതാണ് തോന്നണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കഴുകി കളയുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ പിടിക്കും കേട്ടോ. കുറേ എണ്ണം ചിലപ്പോൾ ചീഞ്ഞൊക്കെ പോവും. ഇതിലിപ്പോൾ ഇതൊരെണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അരിഞ്ഞുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കണം കേട്ടോ. 2-3 ഗ്ലാസ്സിലേക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് എടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് നല്ല ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 ഗ്ലാസ്സിലേക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഇതായിട്ട് കിട്ടും കേട്ടോ. അത് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 5-6 ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബദാം ഒരു 6-7 ഇട്ട് കൊടുക്കാം കേട്ടോ. ശുണ്ടിയും കപ്പലണ്ടിയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ നമുക്ക് ഷേക്ക് കഴിക്കുമ്പോൾ. ഇനി ഒരു പാൽ 1 ഗ്ലാസ് എടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരു വലിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് മധുരം കുറവാണ് ഇതിലേക്ക്. എന്നാലും നമ്മൾ അധികം മധുരം വാരി കഴിക്കേണ്ടല്ലോ. പിന്നെ നമ്മൾ ഒരു ഹോർലിക്സിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് കേട്ടോ, ഒരു 5 രൂപ വരെ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഐസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. സൂപ്പറായിട്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നല്ലൊരു ഷേക്കാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ.